അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. താങ്ങാൻ പോലും പറ്റാത്ത 5 മുതഅല്ലിമികൾ ഒരു മൗലൂദ് സദസ്സിനാണ് വേണ്ടി അവർ പോകുന്നത്. തങ്ങളുടെ വീട്ടിലുള്ള മൗലിദ് സദസ്സിന് പോകുന്ന സമയത്താണ് ഈ ഒരു അപകടം. 5 മുതഅല്ലിമിങ്ങളിൽ 2 പേർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ദുഃഖകരമായ. ഉസ്മാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ആ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും അവരുടെ ഉസ്താദിൻ്റെ ആ ഒരു വോയിസ് എൻ്റെ പ്രിയപ്പെട്ടവരെ അത് കേൾക്കാൻ പോലും സാധിക്കുന്നില്ല. അത് നിങ്ങൾ കേൾപ്പിക്കാൻ പോലും സാധിക്കാത്തൊരു വോയിസാണ്. അദ്ദേഹം സലീം അഹ്സൻ ഉസ്താദിൻ്റെ അടുക്കൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളാണ്. മുതഅല്ലിമീങ്ങൾ പോകുന്ന സമയത്ത് നോ പാർക്കിൽ നിർത്തിയ ഒരു ലോറിയുമായി ഇവർ സഞ്ചരിക്കുന്ന വാഹനം ഇടിക്കുന്നു. ആ ഒരു ദൃശ്യം, അവർ സഞ്ചരിച്ച ആ കാറ് എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഇടിച്ച് അതിൻ്റെ ഒരു രംഗം വല്ലാത്ത ചുക്കിച്ചുളിഞ്ഞു പോയിരിക്കുകയാണ്. വാഹനം സ്ക്രീനിൽ എടുക്കുന്ന ഒരു ദൃശ്യം കാണണം, വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മുതഅല്ലിമ് ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിൽ അദ്ദേഹം ഒരു ഇതിട്ടിരുന്നു, റബ്ബേ നീ മാത്രമാണ് ഉള്ളേട്ടോ, നീ അല്ലാതെ മറ്റാരുമില്ല, നീ തന്നെയാണ് തുണ എന്ന് അർത്ഥം വരുന്ന ഒരു സ്റ്റാറ്റസ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഇന്ന് അള്ളാഹു അല്ലാതെ മറ്റൊന്നും ഇല്ല, നീ മാത്രമാണ് എനിക്ക് രക്ഷ എന്നുള്ള അർത്ഥം വരുന്ന ഒരു സ്റ്റാറ്റസിൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ ഒരു മുൻകൂട്ടി മരണം അറിഞ്ഞതുപോലെയായിരുന്നു ആ മുതഅല്ലിമിൻ്റെ സ്റ്റാറ്റസൊക്കെ കാണാൻ സാധിച്ചത്. യാ അല്ലാഹ്, ആ മുതഅല്ലിമീങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ വളരെ പ്രതീക്ഷയോടുകൂടി മാതാപിതാക്കൾ പോറ്റി വളർത്തി. അവർ വലിയ ഇന്ന് ഒരു ആലിമിൻ്റെ വാപ്പയാണ്, ഉമ്മയാണ്. ഞാൻ മരിച്ചാൽ എനിക്കവർ മയ്യത്ത് നിസ്കരിക്കണം, എൻ്റെ മരണശേഷം അവർക്ക് എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരുപാട് നിയത്തിനാണ് ഈ പൊന്നു മുതഅല്ലിമീങ്ങളെ ദർസിലേക്കൊക്കെ കൂട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. പ്രതീക്ഷകളെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകൾ മുതഅല്ലിമീങ്ങൾക്ക് ചിറക് വിരിച്ചു. അവർ പോകുന്ന യാത്ര നോക്കണം, ഹബീബിൻ്റെ പേരുള്ള മദ്ഹ് പാടാൻ വേണ്ടിയാണ്. മുത്തായ ഹബീബിൻ്റെ പേരുള്ള മൗലിദിനാണ് അവർ പോകുന്നത്. തീർച്ചയായും ഹലാലായ ഒരു യാത്രയും കൂടിയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഷഹീദിൻ്റെ പ്രതിഫലം ഉറപ്പായി അവർക്ക് നൽകും. ചെറിയ പ്രായമാണ്, 20, 23. 5 മുതഅല്ലിമീങ്ങൾ, മറ്റു 3 മുതഅല്ലിമീങ്ങൾ ആശുപത്രിയിലാണ്. സുബ്ഹാനല്ലാഹ്. അപകടം സംഭവിച്ച അവർ സഞ്ചരിച്ച വാഹനം പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ആ മറ്റു മുതഅല്ലിമീങ്ങളുടെ അവസ്ഥ എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആ മുതഅല്ലിമീങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഖബറടക്കുന്ന സമയത്തൊക്കെ കണ്ട ഇന്ന് ഉച്ചക്ക് ഖബറടക്കുന്ന ദൃശ്യം ഇന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നെ ഈ ദൃശ്യം കാണുമ്പോൾ വല്ലാത്ത സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ ഒന്ന് ഓർത്തു നോക്ക്. അവർക്ക് നമ്മുടെ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നില്ല. നാം അവർക്ക് എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ഈ ഒരു പരീക്ഷണം താങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ, നമുക്കൊരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സ്ഥലത്ത് നാം ലോറിയൊക്കെ നിർത്തിയിട്ട് നാം കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു അശ്രദ്ധ കൊണ്ട് അവിടെ സംഭവിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ കണ്ണീരാണ്. നമുക്ക് ലോറിയൊക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് പോകുന്ന സമയത്ത്, കാരണം പെട്ടെന്ന് വരുന്ന വാഹനങ്ങൾ ഒരിക്കലും ശ്രദ്ധ ഉണ്ടാവില്ല, കാരണം നോ പാർക്കിംഗ് ആയതുകൊണ്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന രീതിയിലാണ് അവർ വരുന്നത്. അപ്പോൾ ഈ പെട്ടെന്നാണ് ഈ അപകടമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു കുടുംബം തന്നെയാണ് കണ്ണീരിലാകുന്നത്. ലോറിയൊക്കെ ഓടിക്കുന്ന ചെറുപ്പക്കാർക്ക് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഒരു ചെറിയൊരു കട്ടൻ ചായ ആയിരിക്കും, പക്ഷേ അതിലൊരു അപകടം സംഭവിക്കുമ്പോൾ ഒരു കുടുംബം കണ്ണീരാകുന്നുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. സലീം അഹ്സൻ ഉസ്താദിൻ്റെ വായിസിൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, മൗലിദ് പാരായണത്തിന് പോയ മുതഅല്ലിമീങ്ങൾ തിരിച്ചു വരുന്നത് കഫം പുടവയിൽ പൊതിഞ്ഞുകൊണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ ആ ഒരു ഉസ്താദിന് സഹിക്കാൻ പറ്റും? അത് തൻ്റെ കൺമുന്നിൽ നിന്നാണ് ഇവർ വസ്ത്രമെല്ലാം ധരിച്ച് തലപ്പാവൊക്കെ ധരിച്ച് സുഗന്ധം പൂശി ആ മുതഅല്ലിമീങ്ങൾ ഹബീബിൻ്റെ പേരുള്ള മൗലിദ് മജ്ലിസിലേക്ക്, ഒരു സയ്യിദിൻ്റെ വീട്ടിലാണ് ഈ മജ്ലിസ് നടക്കുന്നത്, അവിടേക്കാണ് ഇങ്ങനെ പോകുന്നത്. വാർത്തകൾ നാം മാധ്യമങ്ങളൊക്കെ കണ്ടു. യാ അല്ലാഹ്, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നല്ല. ചെറിയ പ്രായമുള്ള മുതഅല്ലിമീങ്ങൾ ഒരുപാട്
പ്രതീക്ഷയുള്ള സ്വപ്നങ്ങൾ കണ്ടു നിൽക്കുന്ന മാതാപിതാക്കൾ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മുതഅല്ലിമീങ്ങളെന്ന് പറയുന്നത് ഒരു നാടിന് തന്നെ അനുഗ്രഹമാണ്. ആ മുതഅല്ലിമീങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, മുതഅല്ലിമീങ്ങളുടെ മരണം അത് വലിയ വേദനിപ്പിക്കുന്ന മരണമാണ്. കാരണം അവർ പഠിച്ച ഉലൂമുകൾ, ഇൽമുകൾ അത് പൊതുസമൂഹത്തിന് കൈമാറേണ്ടതാണ്. അത് ഒരു മുതഅല്ലിം നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് ഇൽമുകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കാരണം ആ ദർസ് ജീവിതത്തിൽ അവർ പഠിച്ചിരിക്കുന്ന ആ ഇൽമുകൾ അത് ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കേണ്ടതാണ്. അത് ഒരു സെക്കൻഡിൽ അങ്ങ് ഇല്ലാതെയാവുക എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ, കാരണം അത് എങ്ങനെ പറയണമെന്നറിയില്ല. അത്രയും ആ ഉസ്താദിൻ്റെ ഓരോ വാക്കുകളിൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിനെ വല്ലാത്ത വേദനിപ്പിക്കുന്നതാണ്. തീർച്ചയായും നമ്മുടെ ഓരോരുത്തൻ്റെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ പൊന്നു മക്കൾക്ക് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ പൊന്നുമക്കൾ സ്കൂൾ മദ്രസയിലൊക്കെ പോകുന്ന മക്കളാണ്, ദർസ് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടാകും. അള്ളാഹു എല്ലാവർക്കും മഹാന്മാരായ അംബിയാക്കൾ, ഔലിയാക്കൾ, സുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ കാവൽ അള്ളാഹു നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുക. കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി അവർ പഠിച്ചതാ അടുത്ത വർഷം കോളേജിൽ പോയി അവർ പഠനം പൂർത്തിയാക്കി അവർ ദീനി രംഗത്ത് ദഅവത്തിൻ്റെ പ്രവർത്തനമായി വരുന്ന മുതഅല്ലിമീങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ഫോൺ വിളി, നിങ്ങളുടെ മകൻ അപകടത്തിൽപ്പെട്ടു, മരണപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത, അത് ഒരു മാതാപിതാക്കൾക്കും അത് താങ്ങാൻ പറ്റുന്നതല്ല. കാരണം കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങളല്ല. എല്ലാ ദിവസവും ഒരു ഉമ്മാക്ക് അതിൻ്റെ വേദന അറിയുകയുള്ളൂ. കാരണം മുതഅല്ലിമീങ്ങൾ ഇവിടെ ദർസിലാണെങ്കിൽ രാത്രി പോലും ആ മക്കളെ ഓർത്ത്, ഒരു നല്ല ഭക്ഷണം വീട്ടിൽ കഴിക്കുമ്പോഴും ആ ഉമ്മാക്കവിടെ ഓർമ്മ, എൻ്റെ മകനില്ലല്ലോ, എൻ്റെ മകനുള്ള സമയത്തായിരുന്നുവെങ്കിലോ ഈ ഒരു ഭക്ഷണം. കാരണം ആ മകന് വരുന്ന സമയത്ത് ആ മകന് വേണ്ടി ഇങ്ങനെ കുറച്ചൊക്കെ പണം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഉമ്മമാരൊക്കെയുണ്ട്. മകൻ വരുമ്പോൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കണം, നല്ലൊരു ആഹാരം മകൻ, കാരണം 1, 2, 3 ദിവസമാണോ നാട്ടിൽ വന്ന് നിൽക്കുന്നത്. ആ മക്കളെ ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. വീട്ടിലുള്ള മക്കളെക്കാൾ ഏറ്റവും മനസ്സിന് വേദനമുള്ളത് പുറത്തുള്ള മക്കൾ. വീട്ടിലുള്ള മക്കൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പഠിക്കാൻ പോയ മക്കൾ എപ്പോഴും അവരുടെ ഓർമ്മ അതാണ്, എൻ്റെ മക്കൾ ഈ സമയത്ത് ഈ നിമിഷം എന്ത് ചെയ്യുന്നുണ്ടാവും, ആരെ കൂടെ അങ്ങനെ ഓരോ ചിന്തകളാണ് ആ മാതാപിതാക്കൾക്ക്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മകൻ അപകടത്തിൽപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ കേൾക്കുമ്പോൾ അതൊരിക്കലും സഹിക്കാൻ പറ്റുകയില്ല. ആ മകൻ നാട്ടിലേക്ക്, കാരണം ഈ റബീഉൽ അവ്വലൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നത് ഇങ്ങനെ ആ മാതാപിതാക്കൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. പിന്നെ എന്നേക്കുമായി വീട്ടിലേക്ക് മകനില്ല എന്ന് പറയുമ്പോൾ, യാ അല്ലാഹ്, ആ മാതാപിതാക്കൾക്ക് ഇങ്ങനെ, എൻ്റെ പ്രിയമുള്ളവരെ, നാം എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ അപകടങ്ങളെ തൊട്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളും മുതഅല്ലിമീങ്ങൾ എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള നല്ല മരണം അല്ലാഹു നമ്മ ഓരോരുത്തർക്കും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.